ജൻസി കോക്രോച്ച് ജനതാ പാർട്ടി CJPയും ഒക്കെ ബന്ധപ്പെടുത്തി നമുക്കിപ്പോൾ കഴിഞ്ഞൊരു 2 മാസത്തിലുണ്ടായ ഡെവലപ്മെൻറ്റ്സ് ഒക്കെ നമുക്കെല്ലാം അറിയാം. എല്ലാം ഒന്ന് കെട്ടടങ്ങുമ്പോൾ ആര് ജയിച്ചു ആര് തോറ്റു എന്നുള്ളത് ശരിക്കും ഇപ്പോഴും വ്യക്തമല്ല. അഥവാ 2 ക്യാമ്പും പറയുന്നുണ്ട് ഞങ്ങൾ ജയിച്ചു മറ്റേവർ തോറ്റു എന്നും. എന്നെ പോലുള്ള ആൾക്കാർ ഇത് വിശകലനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം പ്രത്യേകിച്ച് അങ്ങനെ ആര് ജയിച്ചു ആര് തോറ്റു എന്ന് പറയാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ തോൽവിയും ജയത്തിനെക്കാട്ടിലും കൂടുതൽ നമ്മൾ അറിയേണ്ടത് 2-3 കാര്യങ്ങളാണ്. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഭാരതീയ ജനത ഇതിൻ്റെ പുറകിലുള്ള ശരിക്കുള്ള അന്തർധാര ശരിക്കും മനസ്സിലാക്കി എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെയാണ് സോനം വാങ്ചുക്കിൻ്റെ അപ്രോച്ചിൽ വ്യക്തമായിട്ടുള്ളൊരു വ്യതിചലനം നമുക്ക് കാണാനിടയായിട്ടുള്ളത്. അദ്ദേഹം മെല്ലോ ഡൗൺ ചെയ്തിട്ടുണ്ട്, അദ്ദേഹം കുറേ കൂടെ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇനിയും ഞാൻ നല്ലൊരു മനുഷ്യനാണെന്ന് വരുത്തി തീർക്കാനും എന്നിട്ട് അടുത്തൊരു ഓൺസ്ലോട്ടിന് വേണ്ടി തയ്യാറെടുക്കുകയാണെന്ന് എനിക്കറിയില്ല. ഈ ഇരയുടെ പുറത്ത് ചാടാനായിട്ട് ഒരുങ്ങുന്ന സിംഹത്തിൻ്റെ കൂട്ട് പുറകോട്ട് പോവുകയാണോ എന്നറിയില്ല. എന്തായാലും ശരി, പൊതുജനം എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ രാജ്യം സ്നേഹം എന്ന് പറയുന്നത് ആണ് എപ്പോഴും വളരെ അത്യാവശ്യം. അത് ഭാരതമായാലും ശരി, ചൈനയായാലും ശരി, ജപ്പാനായാലും ശരി, ജർമ്മനി ആയാലും ശരി, USA ആയാലും ശരി. ഇപ്പോൾ ട്രംപ് അവിടെ അമേരിക്കയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന എന്താണ്? മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ ആണ്. അമേരിക്കയെ പറ്റിയുള്ള താല്പര്യം കൂട്ടുക എന്നുള്ളതാണ്. അദ്ദേഹം വിജയിക്കുന്നു, അദ്ദേഹത്തിൻ്റെ ഒരു അപ്രോച്ച് ശരിയാണോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല. അഥവാ അതല്ല നമ്മുടെ ടോപ്പിക്. അപ്പം നമ്മുടെ രാജ്യം എന്നുള്ളതാണ് നമുക്കെപ്പോഴും വളരെ ഇമ്പോർട്ടൻസ് വേണ്ടത്. കേരളം എന്ന് കേട്ടാൽ തിളക്കണം ചോര ഞരമ്പുകളിൽ എന്ന് പറഞ്ഞത് നമ്മളിന്ന് അതൊക്കെ എടുത്ത് വലിയ ഒരു വിപ്ലവഗാനമൊക്കെ ആക്കുന്നതിൻ്റെ കാര്യം എന്താണ്? അത് കേരളമല്ല, ഭാരതം എന്ന് കേട്ടാലും തിളക്കണം ചോര. കേരളം മാത്രം പോരാ. അത് താഴേക്ക് വന്നാൽ ഇപ്പോൾ തിരുവനന്തപുരം മാത്രം നന്നായാൽ പോരാ, എല്ലാ കേരളം മൊത്തത്തിൽ നന്നാവണം. കേരളം മാത്രം നന്നായാൽ പോരാ, ഇന്ത്യ മൊത്തത്തിൽ നന്നാവണം തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെ ഒരു നാഷണലിസം എന്ന് പറയുന്നത് കേരളത്തിലെ ജനത ഒരുപാട് ഒപ്പോസ് ചെയ്തെങ്കിലും ഇപ്പം ഒരുപാട് പേരിൽ അതിൻ്റെ വ്യത്യാസം കണ്ടു തുടങ്ങിയിട്ടുണ്ട്, അത് മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട്. നന്നായി. അതിപ്പം അൺഫോർച്ചുനേറ്റ്ലി അത് ശ്രീ നരേന്ദ്രമോദിയാണ് നമ്മുടെ പ്രൈം മിനിസ്റ്റർ. അല്ല വേറൊരാൾ വന്നു അതുപോലെ ആക്കിയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഞാനത് ആഹ്ലാദിച്ചേനെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാഷണലിസത്തിൻ്റെ ആദ്യത്തെ സീഡ് ശരിക്കും ഇന്ത്യയിലെ ഈ എക്കോണമിക്കും വികസനത്തിനും പുരോഗതിക്കും കോൺട്രിബ്യൂട്ട് ചെയ്ത നേതാക്കന്മാരിൽ ശരിക്കും ഞാൻ കാണുന്നത് ഇന്ദിരാഗാന്ധിയാണ് ആദ്യം വച്ചിരുന്നത്. ഇന്ദിരാഗാന്ധിയും ചില 3-4 കാര്യങ്ങൾ ചില തീരുമാനങ്ങൾ എടുത്ത് ഇന്നത്തെ കാലഘട്ടത്തിലായിരുന്നെങ്കിൽ അദ്ദേഹം അവരെ വലിച്ചു കീറിയേനെ. കാരണം അത് തൽപര കക്ഷികൾക്കെതിരായിരുന്നു, സാമ്രാജ്യത്വ ശക്തികൾക്ക് എതിരായിരുന്നു. ഞാൻ കമ്മ്യൂണിസ്റ്റൊന്നും അല്ല അങ്ങനെ പറയുകയല്ല, പക്ഷെ സാമ്രാജ്യത്വ തത്വങ്ങൾക്കെതിരായിരുന്നു. അപ്പം അതുപോലെ തന്നെയാണ് നാഷണലിസം. അപ്പം ഭാരതം എന്നുള്ളത്, ഇന്ത്യ എന്നുള്ളത് നമുക്ക് നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കേണ്ടതാണ്. ഞാനത് പറയാൻ കാര്യം, ഈ CJP പ്രൊട്ടസ്റ്റിൽ തീർച്ചയായിട്ടും ഭാരതത്തിൻ്റെ സ്ഥിരതയെ അറ്റാക്ക് ചെയ്തു തന്നെയാണ് അത് വന്നത്. അല്ലെങ്കിൽ അമേരിക്കയിൽ നിന്നൊരാൾ ഇവിടെ വന്ന് ചെയ്യേണ്ട കാര്യമില്ല. അമേരിക്കയിലായിപ്പോയതുകൊണ്ട് അദ്ദേഹം CIA ചാരനാണെന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ അമേരിക്കയിൽ നിന്ന് ഇവിടെ വന്ന് നമ്മളെ പഠിപ്പിക്കേണ്ട കാര്യമൊന്നും അതിനകത്തില്ലായിരുന്നു. നമ്മുടെ ഇവിടെ ഒരുപാട് സ്വാതന്ത്ര്യ സമര സേനാനികളുണ്ട്, അതിനൊക്കെ കഴിവുള്ളവരുണ്ട്. അവിടെ നിന്ന് ഇവിടെ വന്ന് ഇങ്ങനെയാണ് സമരം ഇരിക്കേണ്ടത്, ഇല്ലെങ്കിൽ നേപ്പാളിൽ നിന്ന് ഇവിടെ വന്ന് ഇങ്ങനെയാണ് സമരം ഇരിക്കേണ്ടതെന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല. നമുക്കവിടെ ആൾക്കാരുണ്ട്. അതൊന്ന്. 2, ഇതിൻ്റെ പുറകിൽ ഞാൻ ഒരു ജനറൽ ട്രെൻഡ് പറയാം. 1947 2ാം ലോകമഹായുദ്ധം കഴിഞ്ഞിട്ട് ഒരുപാട് ചോദ്യങ്ങൾ ഉയർന്നു. ശരിക്കും ഇന്ന് പോയി തിരിച്ച് ഞാനിത് വായിച്ച് കഴിഞ്ഞിട്ട് ഞാൻ പോയി പല ആർട്ടിക്കിൾസും നോക്കുമ്പോൾ ഇപ്പോൾ പ്രത്യേകിച്ചും വന്നപ്പോൾ നമുക്ക് എളുപ്പമാണ് മനസ്സിലാക്കാൻ. നമ്മൾ ചോദ്യം ചോദിച്ചാൽ നമുക്ക് ഒരുപാട് ഡേറ്റ കിട്ടും, കമ്പയർ ചെയ്ത ഡേറ്റ കിട്ടും. പക്ഷേ ഞാനിപ്പോൾ ഒരു 10-12 വർഷമായിട്ട് ഞാനിത്
ഇതിനെപ്പറ്റി അറിഞ്ഞു കഴിഞ്ഞിട്ട്, അഥവാ 12 അല്ല 2005 തൊട്ട് ഞാൻ ഇതിനെപ്പറ്റി കുറച്ച് ഡീപ്പായിട്ട് പഠിക്കുന്നതാണ് കൂട്ടത്തിലാണ്. അതായത് 1947 രണ്ടാം ലോകമഹായുദ്ധം കഴിഞ്ഞിട്ട് യുവജനങ്ങൾ പ്രത്യേകിച്ചും അവരൊരുപാട് ഒരുപാട് പേര് യുദ്ധത്തിൽ മരിക്കുകയുണ്ടായി. അച്ഛനും അമ്മയും ഒക്കെ നഷ്ടപ്പെട്ട ഒരുപാട് കുട്ടികൾ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. എന്തിനാണ് ഞങ്ങളുടെ പേരൻസ് പോയി യുദ്ധത്തിൽ മരിക്കേണ്ടി വന്നത്? അവസാനം എന്ത് ഗുണമാണ് ഉണ്ടായിരുന്നത്? അഥവാ ഇത് വേറെ രീതിയിൽ ഇന്നിപ്പോൾ നമ്മൾ എത്തിച്ചേർന്ന് ഹിറ്റ്ലറെ നവാവിശേഷമാക്കിയത് നമുക്ക് വേറെ രീതിയിൽ ചെയ്തു കൂടായിരുന്നോ? ചിന്തിക്കാനും ചെയ്യുവാനും കഴിവുള്ള ആൾക്കാർ ഒരുപാട് പേര് ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ അതിനെ ഒരു പരിധിവരെ എഴുത്തുകാരെ കൊണ്ടൊക്കെ കൗണ്ടർ ചെയ്തു. വലിയ വലിയ ലേഖനങ്ങൾ, തീപാടുന്ന ലേഖനങ്ങളുമൊക്കെ ഉണ്ടാക്കി കൗണ്ടർ ചെയ്തു. പക്ഷേ ഈ ഒരു ചോദ്യങ്ങൾ കൂടുതൽ പ്രസക്തി ആർജിച്ച് വന്നപ്പോൾ ഒരു കൂട്ടം ആൾക്കാർ 1956 ബിൽഡർബർഗ് ഹോട്ടൽ എന്ന് പറയുന്ന ഹോളണ്ടിലെ ഒരു യുദ്ധകാലത്ത് ഒഴിഞ്ഞു കിടന്നൊരു ഹോട്ടൽ അവിടെ കൂടിയിട്ട് അവർ തീരുമാനിക്കുകയാണ്. അന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 26 28 ആൾക്കാരായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ വളരെ പ്രമുഖരായിട്ടുള്ള റോക്ക്ഫെല്ലർ, ഫോർഡ്, പിന്നെ USA പോലുള്ള ആലൈസിൻ്റെ ആൾക്കാർ, അഥവാ യുദ്ധം ജയിച്ച ആലൈസിൻ്റെ നേതാക്കന്മാർ, പേരൊന്നും എടുത്ത് പറയുന്നില്ല, കാരണം ഇതെല്ലാം ഓരോ പേരും പറഞ്ഞ് ഓരോന്നും ചോദിച്ചാൽ നമുക്ക് ഉത്തരം പറയാൻ പറ്റില്ല. ഞാനില്ലായിരുന്നല്ലോ അവിടെ. ഇതിപ്പോൾ നമ്മൾ വായിച്ചറിവാണ്. ഇവരെല്ലാവരും കൂടി തീരുമാനിച്ചു, നമ്മളിങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഉത്തരങ്ങൾ പറയേണ്ടി വരും. ആ ഉത്തരങ്ങൾ എവിടെങ്കിലും ഒന്ന് പാഴായി കഴിഞ്ഞാൽ നമ്മളെല്ലാം വെളിയിലാവും. അതുകൊണ്ട് നമ്മളിതിനെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നുണ്ട് തീരുമാനിക്കണം. യുവജനങ്ങളാണ് ചോദിക്കുന്നത്. അത് കഴിഞ്ഞ് കുറേ ഉണ്ട്. ഇതിന് ബിൽഡർബർഗ് ഗ്രൂപ്പ് എന്നാണ് പറയുന്നത്. ബിൽഡർബർഗ് ഹോട്ടലിലാണ് ഇത് കൂടുന്നത്. അതുകൊണ്ട് ബിൽഡർബർഗ് ഗ്രൂപ്പ് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. ഇന്നും അവർ ആക്റ്റീവാണ്. പണ്ട് കാല മാൻഡ്രേക്ക് വായിച്ചിട്ടുള്ളവർക്ക് അറിയാം, 8 എന്നും പറഞ്ഞൊരു ഓർഗനൈസേഷനുണ്ട്. 8 പേരടങ്ങുന്നവർ ഒന്നിച്ചു കൂടി അവർ തീരുമാനിക്കും ലോകത്ത് എന്ത് നടക്കണം എന്നുള്ളത്. അത് കോമിക്കിൽ വന്നിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് ഈ ബിൽഡർബർഗിനെ ആസ്പദമാക്കിയായിരുന്നു ചെയ്തിരുന്നത്. ഈ ബിൽഡർബർഗ് ഗ്രൂപ്പിനെ പറ്റി ഞാൻ വായിച്ചതിനെ പറ്റി ഞാനൊന്നും പറയുന്നില്ല. പക്ഷേ എൻ്റെ ശ്രദ്ധ ഇതിലേക്ക് വരുന്നത് 2005 തോന്നുന്നു. അഥവാ ഫീഡൽ കാസ്ട്രോ മരിക്കുന്നതിന് 2-3 ആഴ്ചയ്ക്ക് മുമ്പ് അദ്ദേഹം ഒരു പ്രസംഗത്തിൽ പറയുകയുണ്ടായി, ഈ ബിൽഡർബർഗ് ഗ്രൂപ്പാണ് യുവാക്കളെ റോക്ക് മ്യൂസിക് ഉണ്ടാക്കി ഈ യുദ്ധത്തിൻ്റെ അനന്തരഫലങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിപ്പിച്ച് അവരെ മയക്കുമരുന്ന്, റോക്ക് മ്യൂസിക്, മയക്കുമരുന്ന്, സെക്സ്, പിന്നെ ഓറിയൻ്റൽ മിസ്റ്റിസിസം, മഹേഷ് യോഗിയും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഇതിനെല്ലാം കൂടെ ഒരു കോൺകോക്ഷൻ ഉണ്ടാക്കി അവരെ അടിച്ചേൽപ്പിച്ച് അവരെ നിഷ്ക്രിയരാക്കി ആണ് ഇന്നത്തെ ഈ ലോകം ഈ അവസ്ഥയിലെത്തിയെന്ന് അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെൻറ്റൊക്കെ ഉണ്ടായി. അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് ആകർഷിക്കപ്പെടുന്നത്. അപ്പം വായിച്ചു നോക്കുമ്പോൾ ഓരോ ഇതിനെപ്പറ്റിയുള്ള ഇത് വായിക്കുമ്പോഴും അത് ശരിയായിട്ടാണ് വരുന്നത്. അതായത് ഈ യുവജനങ്ങൾ ആദ്യം പറയുന്നത് എന്താണോ, നിങ്ങൾ വലിയ കേമന്മാരാണെന്ന് പറയും. അപ്പോൾ അവർ തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആവും. എന്നിട്ട് ഇത് വളരെ കൺവിൻസിങ് ആയിട്ട് പറയും. പറഞ്ഞു കഴിഞ്ഞിട്ട് അവരെങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യണമോ ആ വേണ്ട കാര്യങ്ങൾ സൈഡിൽ കൂടി ഇങ്ങനെ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കും. കുറേ കഴിയുമ്പോൾ നമ്മുടെ പപ്പറ്റ്സ് ആയിട്ട് മാറും യുവജനങ്ങൾ. ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കുന്ന കുറച്ച് ബുദ്ധിശക്തി ഉള്ളവരും സ്വയമേ ചിന്തിക്കാൻ കഴിവുള്ളവരുമാണ് വലുതായി വരുന്നത്. അവരെയും ഇവർ ശല്യപ്പെടുത്തുന്നില്ല. അവരെ ഇതിൻ്റെ കൂട്ടത്തിലുണ്ടെന്നുള്ള രീതിയിൽ പ്രത്യക്ഷമായിട്ട് പരോക്ഷമായിട്ടും എൻകറേജ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം നമ്മളെല്ലാം വിചാരിക്കും, യുവജനമായിട്ടുണ്ട്, ഞാനൊരു ഒരു യുവാവാണെങ്കിൽ ഞാൻ വിചാരിക്കും, കണ്ടോ ഇവർ യുവജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നു. പിന്നെ ഇപ്പം ബിൽഗേറ്റ്സ് പൊങ്ങി വരുന്നതിന് അവർ അപ്രീഷിയേറ്റ് ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ
നമുക്ക് തോന്നും ഈ പറയുന്ന ഗ്രൂപ്പ് അഥവാ ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നവർ വളരെ ജെന്യുവനാണെന്ന് തോന്നും. പക്ഷേ ഓവറോൾ യുവജനങ്ങളെ ഒരു കുട്ടിക്കുരങ്ങന്മാരാക്കി പുറകിൽ നിൽക്കുന്നവരാണ് ഇത് മുഴുവൻ മാനേജ് ചെയ്യുന്നത്. ഇത് മനസ്സിലാക്കുക. ഇത് ഇപ്പം നമ്മുടെ ഇവിടെ തന്നെ നമുക്കറിയാം, കഴിഞ്ഞ ഇലക്ഷന് മുമ്പ് ഒരു പ്രത്യേക തരം മ്യൂസിക് പ്രൊമോട്ട് ചെയ്ത് ആ പ്രൊമോട്ടിൽ ഒരാളെയും പിടിച്ച് മുകളിലാക്കി അതിനെ പല മേഖലകളിൽ നിന്ന് എൻകറേജ് ചെയ്ത് പൊക്കി പല രീതിയിൽ അത് പൊക്കി കൊണ്ടുവന്നിട്ട് ഒരു യുവജനതയെ മുഴുവൻ അതിന് ഒരു അടിമ അഥവാ അതിൻ്റെ ഒരു സപ്പോർട്ടറാക്കി മാറ്റി. എന്തിനാണ്? വോട്ടിന് വേണ്ടിയാണ്. പക്ഷെ അത് ഫലിച്ചില്ല. ആൾക്കാർ കുറെ കൂടെ ബുദ്ധി വെച്ച് വരുന്നു എന്നുള്ളതിനൊരു ഇൻഡിക്കേഷൻ ആണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ CJP പ്രൊട്ടസ്റ്റ് എന്ന് പറയുന്നതും കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറയുന്നതും ഈ ഒരു പരീക്ഷ നീറ്റ് ക്രമക്കേട് എന്ന് പറഞ്ഞിട്ട് ഇത്രയും പൊങ്ങി വരേണ്ട കാര്യമില്ല. കാരണം നീറ്റ് ക്രമക്കേട് ആ കാലഘട്ടത്തിൽ ഇത് നടക്കുമ്പോൾ തന്നെയാണ് ഇവിടെ PSCയിലുള്ള പരീക്ഷാ ക്രമക്കേടിനെ പറ്റി നമ്മൾ അറിഞ്ഞത്. ഇവിടെ എന്ത് നടന്നു? അവരെ ഒന്ന് ഡൽഹിയിൽ ഇരിക്കുന്നവരുടെ അവിടുത്തെ പണി കഴിഞ്ഞപ്പോൾ ഇവിടെ വന്ന് ഒരു 10 ദിവസം ഇരിക്കാൻ പറഞ്ഞു നമ്മൾ ഇല്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ പുറകിലുള്ള സിൻസിയറിറ്റി, ആത്മാർത്ഥത ഒന്ന് വിശകലനം ചെയ്താൽ തന്നെ നമുക്കറിയാം നമ്മളെ പറ്റിക്കപ്പെടുകയാണ്. ഈ ഹിപ്പോക്രസി, ഈ കപട നാടകത്തിൽ നമ്മൾ നിന്ന് കൊടുക്കരുത്. അഥവാ നിന്ന് കൊടുക്കുകയാണെങ്കിൽ തന്നെ അവരത് കഴിഞ്ഞ് പൊക്കോട്ടെ. നമ്മൾ നമ്മുടേതായ രീതിയിൽ ചിന്തിക്കുക. നമ്മുടെ രാജ്യം ആണ് വളരെ വലുത്. ഇതുപോലുള്ള പ്രൊട്ടസ്റ്റുകളിൽ കൂടിയാണ് ബംഗ്ലാദേശും നേപ്പാളും അവിടുത്തെ ഭരണകൂടങ്ങൾ മറിഞ്ഞത്. അപ്പോൾ ഭരണകൂടത്തെ മറിക്കാൻ മാത്രമാണോ ഉദ്ദേശം? അങ്ങനെയാണെങ്കിൽ വേറെ പല ഇതും വരും. ഇത് കുട്ടികളുടെ ഭാവി എടുത്ത് പന്താടേണ്ട കാര്യമില്ല. വേറെ പലതും വരുമല്ലോ. ഇപ്പം തന്നെ ഈ വെള്ളപ്പൊക്കം കേരളത്തിൽ കൈകാര്യം ചെയ്ത മോശം വായ്പ എടുക്കട്ടെ, CJP എടുക്കട്ടെ. അപ്പം ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ കേൾക്കണ്ട കാണണ്ട ഒന്നും പറയുന്നില്ല, എല്ലാം കണ്ടോളൂ. പക്ഷെ അതിൽ എന്താണ് ശരിക്കും അതിൻ്റെ അന്തസ്സത്തെ ഉൾക്കൊണ്ട് എന്താണ് ശരിക്കും ഉൾക്കൊള്ളേണ്ടതെന്ന് നോക്കിയിട്ട് നിങ്ങൾ അത് മനസ്സിലാക്കുക. എന്നിട്ട് മാത്രമേ ഇത് നമ്മുടെ ജീവിതത്തിലെ ഒരു പ്രധാന അധ്യായമായിട്ട് എടുക്കുകയാണെങ്കിൽ. ഈ ബിൽഡർബർഗ് ഗ്രൂപ്പ് എന്നുള്ളതിനെപ്പറ്റി നിങ്ങൾക്ക് കൂടുതൽ അറിയണമെങ്കിൽ നെറ്റിൽ സെർച്ച് ചെയ്താൽ മതി, കിട്ടും, ഒരുപാട് കിട്ടും. പിന്നെ ബുക്കുകളുണ്ട്, ഡാനിയൽ എസ്റ്റ്യൂളിൻ്റെ ബുക്കുകളുണ്ട്. അദ്ദേഹം ഇതിൻ്റെ പാർട്ടായിരുന്നു, പിന്നീട് അതിൽ നിന്ന് മാറി. അദ്ദേഹത്തിന് ഇതിൻ്റെ വ്യക്തമായിട്ട് ഇതിനെപ്പറ്റി എല്ലാം അറിയാം. ഏതാണ്ട് നിരന്തരം 2-3 വർഷം കൂടുമ്പോൾ ഓരോ മീറ്റിംഗ് നടക്കുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു പ്രസിഡൻ്റായ, ഞാൻ വ്യക്തിയുടെ പേരൊന്നും പറയുന്നില്ല, ഒരു അമേരിക്കൻ പ്രസിഡൻ്റായ ഒരു വ്യക്തി, അദ്ദേഹം ശരിക്കും അറിയപ്പെടാത്തൊരു വ്യക്തിയായിരുന്നു. പക്ഷേ ഒരു പർട്ടിക്കുലർ ബിൽഡർബർഗ് 94 94 തോന്നുന്നു മീറ്റിങ്ങിൽ അവർ തീരുമാനിക്കുന്നു അദ്ദേഹം പ്രസിഡൻ്റാകും, അടുത്ത പ്രസിഡൻ്റ് ആകുന്നുണ്ട്. അദ്ദേഹം അവിടെ എങ്ങും ഹൊറൈസണിലെങ്ങും ഇല്ലാത്തവർ, അതായത് ഒരു വ്യക്തി പ്രസിഡൻ്റ് ആകത്തക്ക വ്യക്തി എന്നൊരു റെക്കഗ്നേഷൻ ഇല്ലാത്ത വ്യക്തിയാണ്. പക്ഷേ അദ്ദേഹം പ്രസിഡൻ്റ് ആകുമെന്നും അദ്ദേഹം പ്രസിഡൻ്റ് ആയാൽ ഇന്ന കാര്യങ്ങൾ ചെയ്യും എന്നും ഇറാഖ് വാർ ഉൾപ്പെടെ ചെയ്യും എന്നും തീരുമാനമെടുക്കുകയാണ്. അതങ്ങനെ തന്നെയാണ് നടന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ അഫ്ഗാനിസ്ഥാൻ വാറിൻ്റെ കാര്യം, ലോകത്തെവിടെ വാർ നടക്കണം എന്നുള്ളതും എല്ലാം അവരാണ് തീരുമാനിക്കുന്നത്. അതിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ അമേരിക്ക ലെഫ്റ്റ് റൈറ്റ് അങ്ങനൊന്നുമില്ല. അവരെല്ലാവരും ഒന്നിച്ചായിരിക്കുന്നത്. ഇതിൽ ചില രാജാക്കന്മാരുണ്ട്, രാജ്ഞിമാരുണ്ട്, അതൊക്കെ അതിനകത്ത് പറയുന്നുണ്ട്. ഞാനിപ്പോൾ പബ്ലിക്കായിട്ട് പറയുന്നില്ല, ബുക്കിനകത്ത് പറയുന്നുണ്ട് അതൊക്കെ. അപ്പോൾ അവരെല്ലാവരും കൂടെ കൂടിയിരുന്നാണ് തീരുമാനിക്കുന്നത് എന്ത് നടക്കണം എന്നുള്ളത്. കൃത്യമായിട്ട് ശ്രീലങ്കയിലെ LTTEയുടെ ആക്ടിവിറ്റീസ് പോലും അവർ തീരുമാനിക്കുന്നുണ്ട്. 1-2 കൂട്ടി വായിച്ചാൽ നമുക്ക് മനസ്സിലാകും ഇന്ദിരാഗാന്ധി എന്തുകൊണ്ട് വധിക്കപ്പെട്ടു എന്നുള്ളതും രാജീവ് ഗാന്ധി എന്തുകൊണ്ട് വധിക്കപ്പെട്ടു എന്നുള്ളതും. ഇത് നമ്മൾ വായിച്ചാൽ അതിന് മനസ്സിലാക്കാൻ വേണ്ടിയല്ല അദ്ദേഹം ബുക്ക് എഴുതിയിരിക്കുന്നത്, പക്ഷെ വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. അപ്പം ഇതിൻ്റെയൊക്കെ പുറകിൽ ഇങ്ങനെയുള്ള ഓരോ ഇതൊക്കെ വരുമ്പോൾ ഇവിടുന്ന് വണ്ടി കയറി അവിടെ പോയിട്ട് ഓരോ പ്രസ്താവന ഇറക്കാൻ നിൽക്കാതിരിക്കുക. അങ്ങനെ പ്രസ്താവന ഇറക്കുന്നതോടുകൂടി പ്രസ്താവന ഇറക്കുന്നവർ കൊച്ചാവുകയുള്ളൂ,
ശരിക്കും പറഞ്ഞാൽ രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾക്ക് എഗൻസ്റ്റായിട്ട് വർക്ക് ചെയ്തു എന്ന് മാത്രമേ എന്നെപ്പോലെ ഉള്ള സാധാരണക്കാർ ഇതിനെപ്പറ്റിയൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്ന, ഈ കപടനാടകമൊക്കെ കാണാൻ കഴിയുന്ന ആൾക്കാർ മനസ്സിലാക്കുകയുള്ളൂ. അതുകൊണ്ട് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക.